guys, എല്ലാവർക്കും വി ടോക്സിലോട്ട് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ചാലഞ്ച് എന്ന് പറയുന്നത് ഡോണ്ട് ചൂസ് ദ റോങ് മിസ്റ്ററി ഡ്രിങ്ക്. മനസ്സിലായോ? ഇല്ല, മിസ്റ്ററി ഡ്രിങ്ക്. ഓക്കെ, കുറെ ഡ്രിങ്ക്സുകൾ ഉണ്ടാവും, അതില് നല്ലതുണ്ടാവും, ചിലപ്പോ കുറച്ച് വിയേർഡ് ആയിട്ടുള്ള ഉണ്ടാവും. വിയേർഡ് എന്ന് പറയുമ്പോൾ അൾട്രാ വിയേർഡ് ആയിരിക്കും കേട്ടോ. ഓക്കെ, നിങ്ങൾ അതിൽ റോങ് ആയിട്ടുള്ളത് മാത്രം ചൂസ് ചെയ്തിരിക്കുക. ഈ ഒരു ചാലഞ്ചിൽ നിങ്ങൾ 3 പേരാണ് പങ്കെടുക്കുന്നത്. ടോട്ടൽ 3 ഡ്രിങ്ക്സ് ഉണ്ടാവും, അതിൽ ഒരെണ്ണം മാത്രമേ കൊള്ളാത്തുള്ളൂ, ബാക്കി 2 കിടിലൻ സാധനങ്ങളാണ്. ഏത് ഇപ്പൊ നിങ്ങൾക്ക് നല്ല ഡ്രിങ്ക് ആണ് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് 1 പോയിന്റ് ആയിരിക്കും. വിയേർഡ് ഡ്രിങ്ക് ആണെങ്കിൽ 0 പോയിന്റ്, 1 പോയിന്റ് കിട്ടില്ല. അങ്ങനെ നമ്മുടെ റൗണ്ട്സ് ഒക്കെ തീർന്നിട്ട് ഏറ്റവും കൂടുതൽ കുറവ് പോയിന്റ് ആരാണോ അവർക്ക് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ഈ ചാലഞ്ചിൽ ചൂസ് ചെയ്തിട്ടുള്ള വിയേർഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഉണ്ടോ അതെല്ലാം കൂടെ ഒരു ഗ്ലാസ്സിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെ കലക്കി കയ്യൊക്കെ ഇട്ട് കലക്കാൻ വേറെ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ചാലഞ്ചിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അപ്പൊ അതിന് മുന്നായിട്ട് നമുക്ക് ഇവിടെ ഒരു ഫ്രണ്ടിൽ സാധനം വരാണ്ട്, അതായത് നമ്മുടെ ബോട്ടിൽ വെക്കാനുള്ള ഒരു ഹിഡൻ ബോക്സ് വരാണ്ട്. നിങ്ങൾക്ക് കാണാൻ പാടില്ലല്ലോ ഏത് സാധനം എന്നുള്ളത്, മനസ്സിലായില്ലേ? ഓക്കെ, ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പങ്കെടുത്തോളൂ. ഭാഗ്യം കൂടെ വരാൻ. എല്ലാ റൗണ്ടിലും 1 വിയേർഡും 2 ഗുഡും ആയിരിക്കില്ല, ചിലപ്പോ 2 അതൊക്കെ ഉണ്ടാവും. അതൊക്കെ അപ്പോഴും ചാലഞ്ച് ഒന്ന് കൊഴുക്കത്തുള്ളൂ, ചിലപ്പോ 3 വിയേർഡ് ആയിരിക്കും. ഓക്കെ, ലാസ്റ്റ് ഇല്ല കഴിച്ചൊക്കെ നമുക്ക് എന്തായാലും നോക്കാം എങ്ങനെയായിരിക്കും നമ്മുടെ ഈ ചാലഞ്ച് അവസാനിക്കുന്നത്, ആരൊക്കെ വിന്നർ എന്നുള്ളത്, ആരാണ് ഫെയിൽ ആവുന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. നമ്മുടെ ചാലഞ്ചിൽ പോകുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കഴിച്ചൊക്കെ നമ്മുടെ റോഡ് ടു 1 million സബ്സ്ക്രൈബേഴ്സ് ആണ്. മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൗണ്ടിലേക്കുള്ള 3 ഡ്രിങ്ക്സിന് അവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 3 കളറുള്ള സ്ട്രോ കാണാൻ സാധിക്കും. യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്, അതുപോലെ തന്നെ ബ്ലൂ ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇവർ 3 പേര് ഏത് കളറാണ് ചൂസ് ചെയ്യുക അല്ലെങ്കിൽ ഏത് ഡ്രിങ്കാണ് ചൂസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ആർക്കായിരിക്കും റോങ് ആയിട്ടുള്ള ആൻസർ കിട്ടുക അല്ലെങ്കിൽ റോങ് ആയിട്ടുള്ള ഡ്രിങ്ക് കിട്ടാൻ വേണ്ടി പോകുന്നുള്ളത് നമുക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് അവരെ വിളിച്ച ശേഷം അവരെ കൊണ്ട് ചൂസ് ചെയ്യാൻ പറയാം. അപ്പോൾ അവർ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ 3 പേരും റെഡി ആയിട്ടുണ്ട്. റെഡി അല്ല ചാർലി, എഡ്വിൻ ആൻഡ് കൊമ്പൻ ഗൈസ്. ഓക്കെ, അപ്പോൾ 3 കളർ ഉണ്ട്. നിങ്ങൾക്ക് ആദ്യം കളർ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ചാടിക്കറി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ കളർ ചൂസ് ചെയ്തിട്ട് സാവധാനം ടേസ്റ്റ് ചെയ്ത് നോക്കി. കളറിന് നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യും? യെല്ലോ, റെഡ് കണ്ടു റെഡ് ചൂസ് ചെയ്യാം. ബ്ലൂ. ഓക്കെ, ഇനിയിപ്പോ ചൂസ് ചെയ്യാനൊന്നും ഇല്ലല്ലോ ഗൈസ്. ഓക്കെ, ഗ്രീന് ചൂസ് ചെയ്തത്. ഓക്കെ, സോ ഗൈസ്, അപ്പോ സോറി യെല്ലോ കളർ ബ്ലൈൻഡ്നെസ്. ശരി രാജാവേ. സോ അപ്പോ ഇനി കുടിക്കേണ്ട സമയമാണ്. 3, 2. എല്ലാരും എന്തിനാ എന്നെ നോക്കണേ? 3, 2, 1 വലിച്ചു കുടിച്ചോട്ടെ. എന്ത് ടേസ്റ്റ് എന്ത് കിട്ടിയോ? പുള്ളി കുടിച്ചു തീർക്കാതെ സാധനം എന്താ പറയാ കുടിച്ചിട്ട് കൊള്ളാന്ന് മനസ്സിലായി. എന്താ പറയാ സാധനം എന്താ പറയാ? കൊമ്പനോ? ചിലപ്പോ 2 വിയേർഡായിട്ടുള്ള ഡ്രിങ്ക് ഉണ്ടാവും കേട്ടോ. വിയേർഡല്ല, മറ്റേ അത്ര വിയേർഡ് താനല്ല, പക്ഷെ ഒരു രുചി, ഒരു മരുന്നിന്റെ ആണല്ലേ? നിനക്കോ? ഇറക്കിയിട്ടില്ല, വെച്ചോണ്ടിരിക്ക. ഇക്ലി ആക്കണം, അവിടെ ഇറക്കട്ടെ. നിനക്ക് എന്താന്ന് അറിയില്ല അല്ലേ? കഴിച്ചോക്കെ ഞാൻ കൊമ്പന്റെ ഡ്രിങ്ക് ഞാൻ അടുത്ത് കാണിച്ചെടുക്കാം. കൊമ്പ സ്ട്രോ പിടിച്ചോ അത് ഇത് വേറെ ഫ്ലേവർ ഫിഷിന്റെ. ഓക്കെ, സോ ഇപ്രാവശ്യം അൺലക്കി എന്ന് പറയുന്നത് നമ്മുടെ എഡ്വിൻ BCB ആയിരുന്നു. സോ ഗൈസ്, അപ്പോൾ ഈ റൗണ്ടിലെ പോയിന്റ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ചാർലിക്ക് 1 പോയിന്റ്, അതുപോലെ തന്നെ നമ്മുടെ കൊമ്പന്റെ 1 പോയിന്റ്, നമ്മുടെ എഡ്വിന് 0 പോയിന്റ് ആണ്. അപ്പൊ പണിഷ്മെന്റ് ലാസ്റ്റത്തെ നിങ്ങൾക്ക് കുടിക്കേണ്ടി വരുമല്ല. അതല്ല, പണിഷ്മെന്റ് എന്താണെന്ന് അറിയാലോ ഗൈസ്. അതായത് ഏറ്റവും കുറവ് പോയിന്റ് വരുന്ന ആള് ഇതുപോലത്തെ ഇങ്ങനത്തെ വിയേർഡ് ആയിട്ടുള്ള കുറെ ഡ്രിങ്ക്സ് ഉണ്ട്, അതൊക്കെ മിക്സ് ചെയ്തിട്ട് കുടിക്കും. അതിനായിരിക്കും ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക. ഓക്കെ, സോ ഗൈസ്, ഓക്കെ, അപ്പൊ നമ്മുടെ 2ാമത്തെ റൗണ്ടിലോട്ട് പോകാം. അപ്പൊ ഇവരെല്ലാരും നമ്മളത് ക്ലിയർ ചെയ്യണം. സോ ഗൈസ്, ഓക്കെ, അപ്പോൾ നമ്മുടെ 2ാമത്തെ റൗണ്ട് നോക്കുവാണെങ്കിൽ നമ്മൾ ഐറ്റംസ് ഒക്കെ മാറ്റിയിട്ടുണ്ട്, ഡ്രിങ്ക്സ് ഒക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ആർക്കൊക്കെയാണ് റോങ് അല്ലെങ്കിൽ വിയേർഡ് ആയിട്ടുള്ള ഐറ്റം കിട്ടുക, ആർക്കൊക്കെ പോയിന്റ് കിട്ടുമെന്ന് അറിയില്ല. റെഡിയാണോ? നീ എനിക്ക് ജില്ലയിലുള്ള എല്ലാ ഉപ്പും അതിനകത്ത് കിട്ടോ? ഞാൻ ഒരു അത് ഇറക്കിയിരുന്നെങ്കിൽ എന്റെ ബുദ്ധി അടിച്ച് ഞാനിവിടെ പൊട്ടര
അപ്പൊ എന്നാ നോക്കിയല്ലേ അല്ല ഇനിയിപ്പോ ഞാൻ ചോദിച്ചാ ഫസ്റ്റത്തെ റൗണ്ട് ആയതുകൊണ്ട് ഈസി ആയിട്ട് നമ്മള് സോൾട്ട് വെള്ളമൊക്കെ വെച്ചത് ഇനിയൊക്കെ ഈസി ആയിരിക്കും. ഞാൻ ചോദിച്ചാ ഓക്കെ സോ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പോയിന്റ് കിട്ടിയില്ല അല്ലേ? ഇത് ചൂസ് ചെയ്ത് യെല്ലോ ചൂസ് ചെയ്തു, റെഡ് ചൂസ് ചെയ്തു. പിന്നെ ബ്ലൂ അതല്ലേ ഉള്ളൂ. കഴിഞ്ഞ അടുത്ത റൗണ്ട് നീ ചൂസ് ചെയ്തോ. ഓക്കെ അയ്യോ ഓക്കെ ഓക്കെ സോ ഓക്കെ എക്സ്ചേഞ്ച് ചെയ്യണോ? എക്സ്ചേഞ്ച് ചെയ്തോ? വേണ്ട എക്സ്ചേഞ്ച് വേണ്ട എക്സ്ചേഞ്ച് ചാർലി ചാർലി കൺഫ്യൂഷൻ ആക്കുവാ. ആദ്യം പോട്ടെ തീരുമാനിച്ചോ? എക്സ്ചേഞ്ച് ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, ഉറപ്പിച്ചില്ലേ? ആ ഓക്കെ ഓക്കെ ഒറ്റ വലിക്ക് തീർക്കണം കേട്ടോ. ഉപ്പല്ലേ അത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഉപ്പായിരിക്കും. ഇത് താനെനിക്ക് ഇതെനിക്കറിയാം, ഇതെന്നറിയാം. മലയാളത്തിൽ പറഞ്ഞ ഇതെന്താന്നറിയോ? പാൻഡ. പാൻഡ. എന്തേ ഒരു സിപ്പ് കൂടെ വിടാ. എന്താന്ന് മനസ്സിലായോ? എന്താന്ന് മനസ്സിലായോ? മനസ്സിലായോ? എന്ത് സോസാണോ? എന്ത് സോസാണ്? എന്ത് സോസാന്ന് പറയാ? എന്ത് എന്ത് ഫ്ലേവറാ? എന്ത് ഫ്ലേവറാന്ന് പറയാ? എന്ത് സോയാ സോസ്. ഉറപ്പിച്ചോ? സോയാ സോസ്. ചില്ലി സോസ്. ഉറപ്പിച്ചോ? തെറ്റാണ് തെറ്റാണെങ്കിൽ ഒന്നുകൂടി കുടിക്കണം. ശരി ഉത്തരം വരണ അപ്പൊ എന്തായാലും ഈ ഒരു റൗണ്ടിലെ റോങ് ഐറ്റംസ് കിട്ടിയ ആള് നോക്കുകയാണെങ്കിൽ ചാർലി BCB ആണ്. ടോട്ടൽ പോയിന്റ്സ് നോക്കാം നമുക്ക്. ഈ കളിയിലെ ടോട്ടൽ പോയിന്റ്സ് നോക്കാം. എത്ര ടോട്ടൽ പോയിന്റ്? എനിക്ക് 1 2 1. ഓ രണ്ട് കളിയിൽ അടിച്ച് താത്തി. കൊമ്പ് 2 റൗണ്ട് റെഡ് ചൂസ് ചെയ്ത്. അപ്പൊ അടുത്ത ഇതില് അടുത്ത ഇത് വിയേഡ് ആയിരിക്കും. നോക്കിക്കോ. ഓക്കെ നോക്കാം. സോ എന്നാ ഗെറ്റ് ഔട്ട് അടിക്കുക, എല്ലാവരും ഗെറ്റ് ഔട്ട് അടിക്കുക. അപ്പൊ ഞാൻ അടുത്ത റൗണ്ടിലേക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം. കുറച്ച് മിനുക്ക് പണികളൊക്കെ ഉണ്ട്. ഈ സൈഡ് പോയി ചാലഞ്ചിന് ഒരു സുഖമില്ലല്ലോ, അത് ടഫ് ആക്കണ്ട കൂട്ടാ. 2 വരും. യെസ് ഗായ്സ് ഓക്കെ. അപ്പൊ നമ്മുടെ ഈ ഒരു റൗണ്ടിന് പ്രത്യേകത ഉണ്ട്. എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? യെസ്. അപ്പൊ നമ്മുടെ എന്തായാലും നമ്മുടെ മത്സരാർത്ഥികൾ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിന്റെ അതുപോലെ തന്നെ ഗായ്സ് 2 റൗണ്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ കൊമ്പൻ 2 പോയിന്റ് നിൽക്കുന്നുണ്ട്. ബാക്കി 2 പേരും ഓരോ പോയിന്റ് ആണ്. സോ ആരായിരിക്കും ലാസ്റ്റത്തെ പണിഷ്മെന്റ് ഏറ്റുവാങ്ങാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ സോ ഗായ്സ് ഓക്കെ. അപ്പൊ എന്തായാലും നമ്മുടെ 3 പേരും ഇവിടെ എത്തിയിട്ടുണ്ട്. ചൂസ് ചെയ്യാല്ലേ? ആദ്യം നമ്മുടെ ചാർലി ചൂസ് ചെയ്തോട്ടെ. എത്ര നേരം ചാർലിക്ക് ഒരു അവസരം കിട്ടില്ല. സോ ചാർലിക്ക് ചൂസ് ചെയ്യുന്ന സമയമാണ്. കളർ റെഡ്. ഓക്കെ ഗൈസ് ഓക്കെ. ചാർലി റെഡ് ചൂസ് ചെയ്തിരിക്കുന്നു. നീ ഏതാ? യെല്ലോ. ഓക്കെ നീ പിന്നെ ബ്ലൂ. ഓക്കെ സോ ഗൈസ് ഇപ്പോ കുടിക്കുക. അറിഞ്ഞൂടാ. ഓക്കെ പാലും വെള്ളം. എന്ത് ടൊമാറ്റോ സോസ് അടിച്ച് കളിക്കും. എന്നോടിങ്ങനെ കുടിച്ചില്ലേ? എന്നെ ഞാൻ നോക്കാൻ നേരത്തെ ഒരാൾ വന്നെ പിടിച്ചൊക്കെ വിട്ട്. ഈ രണ്ടെണ്ണത്തിന് പണിയുണ്ട്. അതല്ലേ ഇവിടെ ഓരോ അടിമണ്ണയ്ക്ക് ബ്ലൂനു. ഞാൻ മര്യാദക്ക് അവിടെ എല്ലാം ചൂസ് ചെയ്തല്ലേ? ടൊമാറ്റോ സോസ് അല്ലേ? ടൊമാറ്റോ സോസ്. ഇതില് പാലും വെള്ളം. അത് വാനിലന്റെ ഒരു ഇതാണ്, ഫ്ലേവർ ആണ്. ഒരു മിൽക്ക് ഷേക്ക് പോലത്തെ. ഇത് മിൽക്ക് ഷേക്കാ ഗൈസ് ഓക്കെ. ഇത് നമ്മുടെ നോക്കുകയാണെങ്കിൽ എടാ ഇത് സോയാ സോസ്. ഇത് ടൊമാറ്റോ സോസ് മാത്രമല്ല വേറെ എന്തൊക്കെ കൂട്ടി ഇതാ കുടിച്ച് ഫസ്റ്റ് ചൂസ് ചെയ്താ. ഗൈസ് അപ്പൊ ഈ റൗണ്ടില് നമ്മുടെ എഡ്വിന് മാത്രമാണ് ഗൈസ് ഒക്കെ പോയിന്റ് കിട്ടിയിട്ടുള്ളത്. ഗൈസ് ഒക്കെ ബാക്കി 2 പേരുടെ പോയിന്റ് പോയിട്ടുണ്ട്. ഓക്കെ അപ്പൊ നമുക്ക് 3 റൗണ്ടിൽ ടോട്ടൽ പോയിന്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ കൊമ്പൻ എത്ര? 2 1 2. ഓ ഗൈസ്
ഒരു കാര്യം പറഞ്ഞില്ല, ലാസ്റ്റത്തെ പണിഷ്മെന്റ് എന്ന് പറയുന്നത് ഇതിനെക്കാട്ടി അപ്പുറമായിരിക്കും. കാരണം ഇതൊക്കെ പണം ഫിക്സ് ചെയ്ത് വരുമ്പോ എന്ത് തേങ്ങയായിരിക്കും എനിക്കെന്നെ അറിയില്ല. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ നെക്സ്റ്റ് റൗണ്ടിലോട്ട് പോവാം. സോ ഗൈസ്, എന്തായാലും നമ്മുടെ വീട്ടോക്സിൻ ചാനലിൽ 8 lakh സബ്സ്ക്രൈബേഴ്സ് എന്തായാലും കംപ്ലീറ്റ് ആക്കി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ റോഡ് ടു 1 million ആണ്. സോ 1 million സബ്സ്ക്രൈബ് അടിക്കുന്ന സമയത്ത് ഇത് നല്ല ഗൈസ്, ഇതിലും അടിപൊളിയായിട്ടുള്ള 8ന്റെ പണി കൊടുക്കുന്ന ചാലഞ്ച് വീഡിയോസ് നമ്മുടെ ചാനലിൽ എന്തായാലും വരുന്നതായിരിക്കും. 1 million സ്പെഷ്യൽ ആയിട്ട്. ഓക്കെ, സോ അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു ചാലഞ്ചിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഏതൊക്കെ ഐറ്റംസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഗൈസ്. അപ്പൊ നമുക്ക് അവരെ വിളിക്കാം ഗൈസ്. അപ്പൊ എന്തായാലും നമ്മുടെ 3 ആൾക്കാരും എത്തിയിട്ടുണ്ട് അല്ലെ? ഞങ്ങളെല്ലാരും എത്തി. അത് ഞങ്ങൾക്ക് മനസ്സിലായി, എല്ലാവരും പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇനി സെലക്ട് ചെയ്യാം ഗൈസ്. ഈ പ്രാവശ്യം കൊമ്പൻ ബസ്. കൊമ്പൻ. അപ്പൊ നീന്തി പോയവളെ നിന്റെ ഷർട്ട് മുണ്ടും നനഞ്ഞില്ലടാ കുരുത്തം കെട്ടവന്. ഇതുപോലെ എന്തെങ്കിലും എണ്ണാനുണ്ടോ? ഇല്ല, റെഡ്. ഓക്കെ, റെഡ് ശേഷിക്കുന്നു. ഓക്കെ, സോ ഗൈസ്, അപ്പൊ കുടിക്കുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് അങ്ങനെ വലിച്ചു കുടിക്കുക, അല്ലാതെ ഒറ്റ ചെറുതായിട്ട് ഒരു തുള്ളി കുടിച്ചാ പോരാ. ഒരു ഭാവമില്ലാതെ റെഡ് വെട്ട്. അയ്യോ റെഡിനല്ല, അയ്യോ ഇതില്ല. മൂന്ന് നല്ലതാണോ? ആർക്കും എക്സ്പ്രഷൻ ഒന്നുമില്ല. എന്താ ഉണ്ടാണ്ടിരിക്കണോ ഞാൻ വിചാരിച്ചേ. നല്ലതാണ്. ഞാൻ ഇതും വെള്ള അതും വെള്ള. ഇത് എന്താടാ കിട്ടിയ? ഇറക്കിട്ട് പറ. ഉപ്പ് വേണം. Few moments later. വന്നല്ലോ വനമാല. എന്താ മോനെ, കൊള്ളായിരുന്നോ? ഇവിടുന്ന് പോകുമ്പോ മുടിയൊക്കെ നേരെ. പറഞ്ഞില്ലേ നിനക്കാണെന്നത്. ഇപ്പൊ എത്ര പോയിന്റ്സ് ആണ്? എനിക്ക് 4. അപ്പൊ 3. 2. അപ്പൊ 1. രണ്ടെണ്ണാണല്ലോ. ഓക്കെ, ശരിക്കും 2. ശരിക്കും 2. അപ്പൊ 2, 3 ഗൈസ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലോട്ട് പോവാം ഗൈസ്. അപ്പൊ നമ്മുടെ ഈ ഒരു ചാലഞ്ച് ഇതുവരെ 4 റൗണ്ടുകൾ കഴിഞ്ഞിട്ട് നമ്മൾ 5ാമത്തെ റൗണ്ടിലോട്ട് കിടക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. ഓക്കെ, സോ അപ്പൊ ഈ ഒരു റൗണ്ടില് ഇനി ഇവർ ചൂസ് ചെയ്യുന്നത് ഒരു ടാസ്കിലൂടെയും. സോ ഓക്കെ, ആദ്യം ആരാണോ ആ ടാസ്ക് ഫിനിഷ് ചെയ്യുന്നത് അവർക്ക് അതിനനുസരിച്ച് ആ ഓർഡറിൽ ഒന്ന് ചൂസ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ ടാസ്ക് എന്താന്നുള്ളത് അവർ കൂടി വന്നിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൊ മക്കളെ, ഈ ഒരു റൗണ്ടില് ഇനി ആർക്കും അവരുടെ ഇഷ്ടപ്രകാരം കളർ ചൂസ് ചെയ്യാൻ പറ്റില്ല. അതിനുവേണ്ടി ഞാനൊരു ചെറിയ ടാസ്ക് ഉണ്ട്. സോ ആ ടാസ്കിൽ ആരൊക്കെയാണ് വിൻ ചെയ്യുന്നതിനനുസരിച്ച് ആ ഓർഡറിൽ അവർക്ക് ചൂസ് ചെയ്ത് പോവാം. അതെ, കുഞ്ഞൊക്കെ നേരത്തെ ഐഡിയ മനസ്സിലായി. നടക്കൂല. ഓക്കെ ഗൈസ്, അപ്പൊ ടാസ്ക് എന്താന്ന് വെച്ചാല് നബിടി വീർപ്പിച്ച് ആദ്യം പൊട്ടിക്കണവർക്ക് ആദ്യം ചൂസ് ചെയ്യാം. അത്ര തന്നെ. തുടങ്ങിക്കോ. തുടങ്ങില്ല. 3, 2, 1. പൊട്ടാത്. വക്കിന് ചൂസ് ചെയ്ത് കൊമ്പ. ഇനിയിപ്പോ പൊട്ടിക്കേണ്ട ആവശ്യമില്ല. തിരിച്ച് വായിലേക്ക് അടിക്കേ. ഓക്കെ, നീ ഏതാ ചൂസ് ചെയ്ത്? യെല്ലോ. ചാർലി ഏത്? അതായി മാറിയില്ല. ഓക്കെ. സോ ഗൈസ്, അപ്പൊ നമുക്ക് എന്തായാലും ഡ്രിങ്ക് ചെയ്ത് നോക്കാം. അതായത് സ്ട്രോ വഴി കുടിച്ചോ. നിങ്ങളുടെ എക്സ്പ്രഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. ഇത് കൊള്ളാം. അതല്ല ഇവിടെ എന്താ പറ്റിയെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചില്ലി സോസാണ്. ഇത് വേറെ സോസ്. പറ, ഒന്നുകൂടെ കുടിച്ചോ. ഞാൻ ചില്ലി സോസ്. കൊക്കക്കോള. എന്തിനാ പൊട്ടിച്ചിട്ട് പോയിന്റ് ടേബിൾ നോക്കാം. ഓക്കെ, എത്ര പോയിന്റാ? 3. കള്ളം പറയല്ലേ? 3. 3. ഓക്കെ, 3.
3 ഗൈസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റൗണ്ടിലോട്ട് പോകാം. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാലഞ്ചിലെ സെക്കൻഡ് ലാസ്റ്റ് റൗണ്ട് ആണ് ഗൈസ് ഇത്. ഓക്കെ അപ്പോൾ ഇനി ഇതും കൂടി ഇട്ട് 2 റൗണ്ട് ഉള്ളൂ. ഓക്കെ സോ എല്ലാവർക്കും അവരവരുടെ പോയിന്റ് എത്ര എന്തോ ടെൻഷൻ അടിക്കല്ലേ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇതില് ഏറ്റവും കുറഞ്ഞ പോയിന്റ് ആരാ? ഇവൻ. നിനക്ക് ഫസ്റ്റ് ചൂസ് ചെയ്യാം. യെല്ലോ കളർ പറ. യെല്ലോ ഗൈസ്. ഓക്കെ യെല്ലോ ആണ് ചൂസ് ചെയ്തത് നമ്മുടെ എഡ്വിൻ BCB. ഓക്കെ ഇനി അടുത്ത ആരാ ചൂസ് ചെയ്യുന്നത്? ബ്ലൂ ചൂസ് ചെയ്തു. സോ ഗൈസ് അപ്പോൾ ഇത് കുടിക്കേണ്ട സമയമാണ്. ടെൻഷൻ കുടിച്ചോ. എല്ലാരും കുടിച്ചോ. വലിക്കണ്ട പൊന്നു കൊമ്പ. നിനക്കെന്താ നോക്കാം. അതല്ലടാ ചാലു കുടിച്ചാ ചാർലി. എന്ത് പോലെ സബ്സേബയുടെ ശുദ്ധ പച്ചവെള്ള ബക്രി. അതെന്താ? ഇതെന്തോ കാടിവെള്ളം പോലെ ഇരിക്കുന്നു. കട്ടക്കാപ്പിയുടെ എന്തോ തണുത്ത കട്ടക്കാപ്പി ഇത് പുളിവെള്ളമാണ്. പുളി ഓക്കെ ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് ഈ റൗണ്ടിലെ പോയിന്റ്സ് നോക്കാം. ഓക്കെ സോ എത്ര വേണടാ? 3 എല്ലാവർക്കും 3 ഗൈസ്. അപ്പൊ നമ്മുടെ ഈ ഒരു ചാലഞ്ചില് ലാസ്റ്റത്തെ റൗണ്ട് ആണ്. അത് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്, കാരണം 3 പേർക്ക് സെയിം പോയിന്റ് ആണ് ഗൈസ്. അപ്പൊ എന്തായാലും ഈ ഒരു ചാലഞ്ചിൽ ഗൈസ് ഒരാൾക്ക് മാത്രമായിരിക്കും പണിഷ്മെന്റ് ഉണ്ടായിരിക്കുക ഗൈസ്. ഓക്കെ അപ്പോൾ ഈ ഒരു റൗണ്ട് തീരുമാനിക്കും ആരാണ് അത് എന്നുള്ളത് ഗൈസ്. ഓക്കെ സോ അതിന് മുന്നാടി ഗൈസ് അപ്പോൾ ഈ ഒരു റൗണ്ടില് നമ്മുടെ ആൾക്കാർ ഇത് കളർ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഓക്കെ ഞാൻ അവിടെ നമ്മുടെ ഫിംഗറിൽ ഗൈസ് ഓക്കെ 3 കളേഴ്സ് ഇവിടെ കളർ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇത് ചൂസ് ചെയ്തിട്ടാണ് അവര് സെലക്ട് ചെയ്യുന്നത്. അത് ഞാൻ ഇങ്ങനെ വിരൽ കാണിച്ചു കൊടുക്കും. ഓക്കെ എന്നിട്ട് ഇങ്ങനെ തൊട്ട് ആണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും അവരെ വിളിക്കാം. ആൻഡ് അതുപോലെ തന്നെ ഗൈസ് ഓക്കെ ഈ വെച്ചേക്കുന്ന സാധനം എന്ന് പറയുന്നത് ഗൈസ് ഓക്കെ ഇതാണ്, ചേഞ്ച് ചെയ്താണ് ഗൈസ്. ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അവരെ വിളിക്കാം ഗൈസ്. ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ 3 മച്ചന്മാർ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. ദാറ്റ് ഫൈനൽ റൗണ്ട് അല്ലേ. കൊമ്പൻ റെഡ് ചൂസ് ചെയ്യാനാണ് പ്ലാൻ എന്നാണ് പറഞ്ഞത്. ചാർലി ഇതിൽ 3 ചൂസ് ചെയ്യും. അതല്ല പോട്ടെ. കൊമ്പൻ ഇതിൽ 3 റെഡ് ചൂസ് ചെയ്യാൻ താല്പര്യം. ചാർലിക്ക് ഇത് 3 ചൂസ് ചെയ്യാൻ താല്പര്യം. റെഡ്. നീയോ? ഞാൻ റെഡ്. ഗൈസ് എന്നാ അങ്ങനെയല്ല നിങ്ങൾ ഈ പ്രാവശ്യം ചൂസ് ചെയ്യുന്നത്. ഓക്കെ ഗൈസ് എന്നാ നേരത്തെ പറഞ്ഞ പോലെ ഈ 3 വിരലിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ തൊടണം. ഓക്കെ കാരണം ഇതിന് പിന്നിൽ കളർ ഒളിഞ്ഞിരിപ്പുണ്ട്. എന്താ ഇടയെ കൂടെ നോക്കുന്നേ? ഞാൻ തൊടും. ഏതാ തോന്നുന്നേ? ഓക്കെ അത് തൊട്ടു. നീ തോന്നുന്നേ? ഓക്കെ അത് തൊട്ടു. നീ തോന്നുന്നേ? അയ്യോ ബാക്കി പിന്നെ അതല്ലോ അല്ലേ. ഓക്കെ ഗൈസ് അപ്പോൾ ചാനൽ യൂസ് ചെയ്ത് ഇതാണ് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ കളേഴ്സ് ഇതാണ്. ഏതൊക്കെയാ? കൊമ്പൻ ഏതായിരുന്നു ചൂസ് ചെയ്തത്? യെല്ലോ. കൊമ്പൻ യെല്ലോ. അപ്പോൾ യെല്ലോ നിൽക്ക് അറിയില്ലേ. നീ ഏതായിരുന്നു? ബ്ലൂ. നീ ഏതായിരുന്നു? റെഡ് അല്ലേ. ഓക്കെ സോ ഗൈസ് അപ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ നിന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ആ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിലായിട്ടാണ് ഗൈസ് പോകുന്നത്. കുടിക്കാം. നോക്കിട്ട് കുടിക്കരുത്, നോക്കാണ്ട് കുടിക്കുക. എല്ലാവർക്കും നല്ലതാണ് കിട്ടിയ. ആർക്കും എക്സ്പ്രഷൻ ഒന്നും കാണുന്നില്ലല്ലോ. നീ കുടിച്ചില്ലേ? രണ്ടുപേരും ഓരോ പോലെ ഇരിക്കണേ. നിനക്കെന്താ കിട്ടി? എനിക്ക് മോൺസ്റ്റർ. എനിക്കിപ്പോ എന്ത് ഞാൻ ഒരു കാര്യം പറയാം. റൗണ്ട് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ എല്ലാവരും ചോദിച്ചാൽ ഏത് കളർ ചൂസ് ചെയ്യാൻ താല്പര്യം. എല്ലാവരും പറഞ്ഞത് റെഡാ ഗൈസ്. ഓക്കെ അപ്പോൾ ഒരു ഗ്ലാസ് എടുത്തിട്ട് വരാം. യെസ് ഗൈസ് അപ്പോൾ നമ്മുടെ പണിഷ്മെന്റ് കൊടുക്കാനുള്ള ഗ്ലാസും അതുപോലെ തന്നെ സ്ട്രോ ഇവിടെ റെഡിയാണ്. ഇത് കളിക്കാൻ കേട്ടോ, ഇങ്ങനെയല്ല ഇങ്ങനെയാണ്. ഓക്കെ നോ സ്ട്രോ. അപ്പൊ ഇത് സർവത്ത് കുലുക്കി സർവത്ത്, ഇത് ഫ്ലേവേഴ്സ് ആണ്. മറ്റേ കടന്റെ ഫ്രണ്ടിൽ നിരത്തി വെക്കില്ലേ മഞ്ഞൾ വെള്ളം. മണത്ത പിന്നെ കുടിക്കാൻ തോന്നുന്നില്ല. ഓ നോ 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 മണം. ശ്വാസം കിട്ടിയില്ലെങ്കിലും
ഇല്ല ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ഉണ്ട്. ഒന്ന് taste അല്ല ഇല്ലെങ്കിൽ ഛർദിക്കേണ്ട സമയം നീ ഒരു സിപ്പ് കൂടി കുടിച്ചു നോക്കാം. സിപ്പാ അതിന് മണം കൂട്ടച്ചർദിയോടെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ അടുത്ത കിടിലൻ വീഡിയോ വരുന്നതായിരിക്കും. പക്ഷേ രണ്ടുപേരും അവിടെയാണ്. എന്നാലും